VSSCയിൽ ഭാരിച്ച ഉപകരണങ്ങൾ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് നോക്കുകൂലി ആവശ്യപ്പെട്ടതായും പ്രശ്നങ്ങൾ ഉണ്ടായതായും വാർത്തകൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് നോക്കുകൂലി എന്നും ഇത് സംബന്ധിച്ച നിയമങ്ങൾ എന്താണെന്നും ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. 5 വർഷക്കാലം ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ കമ്മിറ്റി ചെയർമാനായി സേവനമനുഷ്ഠിച്ച വ്യക്തി എന്ന നിലയിൽ ഇതിൻ്റെ നിയമവശങ്ങൾ പൊതുജനങ്ങൾക്കായി പങ്കുവയ്ക്കുകയാണ്. 1978 ദി ഹെഡ് ലോഡ് വർക്കേഴ്സ് ആക്ടിലെ നിർദ്ദേശപ്രകാരമാണ് കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് നിലവിൽ വന്നത്. 1980 സെപ്റ്റംബർ 28 രാഷ്ട്രപതി അംഗീകരിച്ച ഈ നിയമം 1981 മെയ് 19 ഗസറ്റ് വിജ്ഞാപന പ്രകാരം കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിനുമുള്ള സ്ഥാപനങ്ങൾക്ക് ബാധകം അല്ല എന്ന വ്യവസ്ഥയോടെ 1981 മെയ് 20 മുതൽ കേരളത്തിലൊട്ടാകെ നടപ്പിലാക്കി. 2002 2008 ഇതിന് ഭേദഗതികൾ വന്നു. 2002 നിയമലംഘനമുണ്ടായാൽ പോലീസിന് ഇടപെടാമെന്ന് വന്നത് 2008 തിരുത്തി. ഇതൊന്നും സാധാരണക്കാർ അറിയണമെന്ന് നിർബന്ധമില്ല. എന്നാൽ നമ്മൾ സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ചില വസ്തുതകൾ ഇക്കാര്യത്തിലുണ്ട്. അവ നിയന്ത്രണങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. അവ ഏതൊക്കെ എന്ന് നോക്കാം. നിയന്ത്രണങ്ങൾ: 1. സ്വന്തം താമസത്തിനായി ഒരാൾ വയ്ക്കുന്ന വീടിൻ്റെ ആവശ്യത്തിനുള്ള ഏത് സാധനവും അയാൾക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് ഇഷ്ടമുള്ള രീതിയിൽ കയറ്റിറക്ക് നടത്താവുന്നതാണ്. ചുമട്ടുതൊഴിലാളികൾക്ക് ഇതിൽ അവകാശം ഇല്ല. 2. കല്യാണം, കുടുംബയോഗം തുടങ്ങിയവയ്ക്കും അത് നടത്തുന്ന സ്ഥലങ്ങളിലുള്ള കയറ്റിറക്ക് ജോലിയിലും ചുമട്ടുതൊഴിലാളികൾക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 3. വീട് മാറി താമസിക്കുന്നതിലേക്ക് ഒരാൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതിൽ ചുമട്ടുതൊഴിലാളിക്ക് നിയമപരമായി യാതൊരു അവകാശവുമില്ല. അടുത്തത്, കാർഷിക ആവശ്യത്തിന് കൊണ്ടുപോകുന്ന ഏതൊരു സാധനവും ചുമട്ടുതൊഴിലാളി നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. വ്യാപാരമോ വ്യവസായമോ അല്ലാതെ സ്വന്തം ആവശ്യത്തിന് കൊണ്ടുപോകുന്ന ഏത് സാധനവും ചുമട്ടുതൊഴിലാളി നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. ഇവയെല്ലാം ഉടമയ്ക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. ഇക്കാര്യങ്ങൾ പൊതുജനങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ക്രെയിൻ പോലുള്ള യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് കയറ്റിറക്ക് നടത്തുന്ന ഒരു ജോലിയിലും ചുമട്ടുതൊഴിലാളികളോ ചുമട്ടുതൊഴിലാളി യൂണിയനുകളോ അവകാശം ഉന്നയിക്കുവാൻ പാടില്ല എന്ന് 1999 കോടതി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ചുമട്ടുതൊഴിലാളി നിയമം ബാധകമല്ല എന്ന് പറഞ്ഞാൽ പോലീസിന് ഇടപെടാം എന്നർത്ഥം. ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ തൊഴിലുടമ ആവശ്യപ്പെട്ടാൽ മാത്രമേ തൊഴിലാളിക്ക് ജോലി ചെയ്യുവാൻ അർഹതയുള്ളൂ. ഇനി ജോലി ചെയ്യാതിരിക്കുകയും ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ജോലി ആയതിനാൽ കൂലി തന്നേ തീരൂ എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതിനെയാണ് നോക്കുകൂലി എന്ന് പറയുന്നത്. ഇപ്രകാരം ആരും അവകാശപ്പെടുവാൻ പാടില്ലെന്ന് നിയമമുണ്ടെന്ന് മാത്രമല്ല ഉത്തരവാദിത്വമുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. ചെയ്യാത്ത ജോലിക്ക് കൂലി ആവശ്യപ്പെടുവാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല. അങ്ങനെ ചെയ്താൽ അത് ഭീഷണിപ്പെടുത്തി പിടിച്ചുപറിയായി കണ്ട് കേസെടുക്കുവാൻ കഴിയും. ഇത് കടുത്ത ഒരു ക്രിമിനൽ കുറ്റമാണ്. ഇതൊരു തൊഴിൽ തർക്ക വിഷയമല്ലാത്തതിനാൽ പോലീസിന് ഇടപെടാനും കേസെടുക്കുവാനും കഴിയും. VSSC കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായതിനാൽ അവിടെ നടക്കുന്ന ഒരു ജോലിക്കും നിയമപ്രകാരം തൊഴിലാളികൾക്ക് നിയമപ്രകാരം അവകാശമില്ല. ചെയ്യാത്ത ജോലിക്ക് കൂലി ആവശ്യപ്പെട്ടത് വഴി നോക്കുകൂലി ആവശ്യപ്പെട്ടതിലും കേന്ദ്ര സർക്കാർ നിയന്ത്രണമുള്ള സ്ഥാപനത്തിലെ ജോലി അവകാശപ്പെട്ടതിലും നിയമലംഘനമുണ്ട്. ഇത് ക്രിമിനൽ നടപടി നിയമങ്ങൾ പ്രകാരം നടപടികൾക്ക് വിധേയമാകുന്ന ഒന്നാണ്. പലപ്പോഴും തൊഴിലാളികൾ അറിയാതെയും മറ്റ് ചിലർ അറിഞ്ഞുകൊണ്ട് ബോധപൂർവവും ഇത്തരം ചില സംഭവങ്ങളിലേക്ക് ചെന്ന് പെടാറുണ്ട്. അതുകൊണ്ട് ജനങ്ങളിലും തൊഴിലാളികളിലും തൊഴിലാളി നേതാക്കളിലും ഇത് സംബന്ധിച്ച അവബോധമുണ്ടാവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച ബോധവൽക്കരണം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന് പരിഹാരമായിട്ടുള്ളൊരു കാര്യം. അതെല്ലാവർക്കും ഉണ്ടാകണം. അത് ഉണ്ടായതിൻ്റെ ഒരു തെളിവാണ് ഈ അടുത്ത കാലത്ത് കഴക്കൂട്ടത്ത് നടന്ന ഒരു നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ തന്നെ ഉത്തരവാദിത്തമുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾ അവിടെ എത്തുകയും ആ നോക്കുകൂലി ആവശ്യപ്പെട്ട തൊഴിലാളികൾക്കെതിരെ നടപടി കൈക്കൊള്ളുകയും അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ആ തൊഴിലുടമയെ സംരക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് എല്ലാ ആളുകളും ചെയ്തു വരുന്നതാണ്. ഈ കാര്യത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലായ്മയാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളത് കൊണ്ട് ഇത് കൃത്യമായും നമ്മൾ അറിഞ്ഞിരിക്കുക, പലരോടും ഇത് പറയുക. ഇതാണ് അതിൻ്റെ നിയമം എന്നുള്ളത്
തൊഴിലെടുക്കുന്നവനും തൊഴിലെടുപ്പിക്കുന്നവനും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാര മാർഗം. താങ്ക് യു.